അതല്ല വക്കീലേ, സന്ദീപ് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താ? കുറച്ച് ദിവസങ്ങളായിട്ട് അവനെ കാണാനില്ല. കാണാനില്ലേ? അവൻ പിന്നെ എവിടെ പോയി? അതൊന്നും എനിക്കറിയില്ല. അച്ഛനും അമ്മയും ഒരുമിച്ച് ഈ യാത്ര പോവാൻ ഒരുപാട് ആഗ്രഹിച്ചതാ ഗൗരിമോള്. പക്ഷെ ഇവളുടെ സ്വന്തം അച്ഛൻ ഗോകുലല്ല എന്നും ഇവളേറെ സ്നേഹിക്കുന്ന സച്ചിയങ്കിളാണെന്നും എൻ്റെ മോളോട് ഞാൻ എങ്ങനെ പറയും? അഥവാ ഞാൻ പറഞ്ഞാൽ തന്നെ ഗൗരിമോൾ അത് വിശ്വസിക്കുമോ? ഇത്രയും കാലം അച്ഛാന്ന് അവളെ വിളിച്ചതും ഒരച്ഛൻ്റെ വാത്സല്യവും സ്നേഹവും അവൾക്ക് നൽകിയതും ഗോകുലാണ്. അതൊക്കെ മറന്ന് അവരെ തമ്മിൽ വേർപിരിക്കാൻ എനിക്കെങ്ങനെ സാധിക്കും? എന്നായാലും സത്യം ഒരു ദിവസം എൻ്റെ മോൾ അറിഞ്ഞേ പറ്റൂ. പക്ഷെ എങ്ങനെ? ഗോകുൽ അച്ഛനല്ല എന്ന് ഞാൻ പറഞ്ഞാൽ ഗൗരിമോൾ അത് വിശ്വസിക്കുമോ? ഇവൾക്ക് അത് സഹിക്കാൻ കഴിയുമോ? ഞാൻ എന്ത് ചെയ്യും ഈശ്വര? ഇസബെല്ല, നീ ഞങ്ങളെ വിട്ടുപോയ നിമിഷം മുതൽ നമ്മുടെ മോളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചവള് സമൃദ്ധ. അവള് പ്രസവിച്ച സ്വന്തം മോളെ പോലെ നമ്മുടെ ഗൗരി മോളെ അവൾ സ്നേഹിക്കുന്നത്. പക്ഷേ ആ സ്നേഹം നമ്മുടെ മോക്ക് നഷ്ടപ്പെടാൻ പോവുക. ഓർമ്മ തിരിച്ചു വന്ന അർച്ചന ഈ വീടും ഞങ്ങളെ എല്ലാവരെയും വിട്ടു പോകും. ആ സ്നേഹം നഷ്ടപ്പെടുന്നത് നമ്മുടെ ഗൗരിമോൾ എങ്ങനെ താങ്ങുമെന്ന് എനിക്കറിയില്ല. അർച്ചന സ്വന്തം അമ്മയില്ലെന്ന് ഞാൻ എങ്ങനെ അവളെ പറഞ്ഞ് മനസ്സിലാക്കും? അഥവാ ഞാൻ പറഞ്ഞാൽ തന്നെ മോളത് വിശ്വസിക്കോ? അർച്ചന ഈ വീടിൻ്റെ പടിയിറങ്ങുന്ന ദിവസം എൻ്റെ മോള് എങ്ങനെ അത് ജീവിക്കും? ഇസബെല്ല, നീ തന്നെ എനിക്കൊരു വഴി പറഞ്ഞതാ. ഒരു വഴി പറഞ്ഞതാ. ഇരിക്കും മോനെ സച്ചി, ഇനി ഇങ്ങനെ പാതിരാത്രി വരെ ഒന്ന് വണ്ടി ഓടിക്കാൻ നീ നിൽക്കണ്ട. പകൽ കിട്ടുന്ന ഓട്ടം മതി. നീ നേരത്തെ ഇങ്ങനെ വന്നാൽ ഞങ്ങൾക്ക് അത്രയും സമാധാനമുണ്ട്. ഞാൻ വക്കീലിനെ ഒന്ന് കാണാൻ പോയിരുന്നു.
നാളെയല്ലേ കേസിന്റെ അന്തിമവാദം തുടങ്ങുന്നേ. അവൻ നമുക്കെതിരെ സാക്ഷി പറയാൻ പോവല്ലേ? എന്നെ നോക്കണ്ട. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ കുടുംബത്തിനും ഇല്ലാത്ത ഒരു ബന്ധവും എനിക്കും അവനുമായിട്ട് വേണ്ട. ഇന്നത്തെ കാലത്ത് ഒരു പെണ്ണിനെ ജീവിക്കാനും ഒരു കുഞ്ഞിനെ വളർത്താനും ഒരു പുരുഷന്റെ തണൽ ആവശ്യമില്ല. സേതുവേട്ടന്റെ രക്തത്തിൽ ഇങ്ങനൊരു മോൻ ജനിച്ചെന്ന് പോലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സ്വന്തം കുടുംബം രക്ഷപ്പെടുത്താൻ വേണ്ടി ഇവിടെ ഒരുത്തൻ രാപകൽ കിടന്ന് കഷ്ടപ്പെട്ട് പണിയെടുക്കുമ്പോ വേറൊരുത്തൻ കുടുംബം നശിപ്പിക്കാൻ വേണ്ടി ശത്രുവിന്റെ കൂടെ കോടാലിയായിട്ട് മാറുന്നു. മോനെ, എടാ, അവൻ നമ്മുടെ കുടുംബം വെട്ടിക്കരി നശിപ്പിക്കുവോടാ? സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് എനിക്ക് ഇപ്പോഴും ഒരു പിടിയുമില്ല. അപ്പോ അവൻ നമുക്കെതിരെ സാക്ഷി പറയുമല്ലേ? അറിയില്ല, അവൻ ഈ സിറ്റിയിൽ ഇല്ലെന്നാ തോന്നുന്നേ. അതാര് പറഞ്ഞു? അല്ല, അവൻ പിന്നെ എവിടെ പോയി? അവൻ ഇവിടെ ഇല്ലെന്ന് നിന്നോട് ആര് പറഞ്ഞു? അവൻ പുറത്തോടെ പോയെന്ന് ആരോ പറയുന്നു കേട്ടു. കൂടുതലൊന്നും എനിക്കറിയില്ല. ഏട്ടാ, അതൊന്നും നമ്മൾ വിശ്വസിക്കണ്ട. അവൻ വരികയും ചെയ്യും, പറഞ്ഞ പോലെ നമ്മളെ ചതിക്കുകയും ചെയ്യും. അവനിവിടെ ഇല്ലാന്നൊക്കെ പറയുന്നതേ അവരുടെ ഒരു തന്ത്രം മാത്രം. എന്റെ ഈശ്വര, മര്യാദക്ക് നിങ്ങൾ കേസ് പിൻവലിച്ചില്ലെങ്കിൽ അവന്തികേടത്തേക്ക് അനുകൂലമായിട്ട് കോടതിയിൽ ഞാൻ മൊഴി മാറ്റി പറയും. ഹലോ, സച്ചി, എന്താ ലേറ്റായത്? ഞങ്ങൾ ഇവിടെ എത്ര നേരമായിട്ട് നോക്കി നിൽക്കുന്നെന്നറിയോ? എന്താ സച്ചി, മുഖം കണ്ടിട്ട് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നല്ലോ. സന്ദീപിന്റെ കാര്യം ഓർത്തിട്ടാണോ? സന്ദീപ് കോടതിയിൽ എന്തു പറഞ്ഞാലും അതൊക്കെ പൊളിച്ചെടുക്കാനുള്ള രേഖകൾ നമ്മുടെ കയ്യിലില്ലേ? പിന്നെന്തിനാ പേടിക്കുന്നേ? അതല്ല വക്കീലേ, സന്ദീപ് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താ? കുറച്ച് ദിവസങ്ങളായിട്ട് അവനെ കാണാനില്ല. കാണാനില്ലേ? അവൻ പിന്നെ എവിടെ പോയി? അതൊന്നും എനിക്കറിയില്ല. ആ മൂർത്തി പോലീസ് സ്റ്റേഷനിൽ ഒരു മാൻ മിസ്സിംഗ് പരാതി കൊടുത്തിട്ടുണ്ട്. ആരാ ഇക്കാര്യം സച്ചിയോട് പറഞ്ഞത്? അവന്തിക തന്നെ. അവന്തികയോ? അതെ.